ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സദാചാർ കാ താബീസ് എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ്. സദാചാർ കാ താബീസ് എന്ന ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ശ്രീ ഹരിശങ്കർ പർസായി ആണ്. അദ്ദേഹം ജനിച്ചത് 22 ഓഗസ്റ്റ് 1922 മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വസുധ എന്ന് പറയുന്ന ഒരു पत्रिका पब्लिश ചെയ്തിട്ടുണ്ട് जबलपुर. हरिशंकर परसाई जी ने खोखली होती जा रही हमारी सामाजिक और राजनीतिक व्यवस्था में पिसते मध्य वर्गीय मन की सच्चाइयों को बहुत ही निकटता से पकड़ा है. അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് खोखली होती जा रही हमारी सामाजिक और राजनीतिक വ്യവസ്ഥ എന്ന് വെച്ചാൽ ഹോളോ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തില് മധ്യവർഗീയ ലോകോക്കി, അതായത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, അതില് എങ്ങനെയാണ് ഞെങ്ങിയമർന്നുകൊണ്ട് ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്, അതിന്റെ സത്യാവസ്ഥയാണ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ ചിത്രീകരിക്കുന്നത്. സ്വർഗ് സെ നരക് ജഹാ തക്, ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് രചിച്ച ഒരു കൃതി. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കഹാനി സംഗ്രഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ഹസ്തേ ഹെ റോത്തെ ഹെ ജൈസെ ഉൻകെ ദിൻ ഫിരെ, ദോ നാക് വാലേ ലോഗ്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടെണ്ണത്തിന്റെ പേര്, മിനിമം 2 കൃതികളുടെ പേരെങ്കിലും പഠിച്ചു വെക്കാട്ടോ. ഉപന്യാസിലെ റാണി നാഗ്ഫനി കി കഹാനി. പിന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിഗ്ലാംഗ് ശ്രദ്ധ കാ ദോർ എന്ന് പറയുന്ന കൃതിക്കാണ് ഈ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. हिंदी साहित्य में व्यंग्य विधा को एक नई पहचान दी और उससे एक अलग रूप प्रदान किया, जिसके लिए हिंदी साहित्य उनका हमेशा ऋणी रहेगा. അപ്പോൾ സാഹിത്യത്തില് വ്യംഗ്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുവന്ന് അതിന് ഒരു പുതിയ പെഹച്ചാൻ, ഒരു ഐഡന്റിറ്റി നൽകിയത് അദ്ദേഹമാണ്, ഹരിശങ്കർ പർസായി ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹിന്ദി സാഹിത്യം എപ്പോഴും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രൊഫൈല് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്നാൽ ഒരുപാട് ടൈം പോകും. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എഴുതേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അത് മാത്രമാണ് ഇതിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സദാചാർ കാ താബീസ്, സദാചാരത്തിന്റെ താബീസ് എന്ന് പറഞ്ഞാൽ ഏലസ്. ഏക് രാജ്യമേ ഹല്ല മച്ചാ കി ഭ്രഷ്ടാചാർ ബഹുത് ഫൈൽ ഗയാ ഹെ. ഒരു രാജ്യത്തില് വല്ലാതെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭ്രഷ്ടാചാർ ബഹുത് ഫൈൽ ഗയാ ഹെ എന്ന് പറഞ്ഞിട്ടാണ്. ഭ്രഷ്ടാചാർ എന്ന് വെച്ചാൽ കറപ്ഷൻ ഒരുപാട് കൂടിയിരിക്കുന്നു അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. राजा ने एक दिन दरबारियों से कहा, प्रजा बहुत हल्ला मचा रही है कि सब जगह भ्रष्टाचार फैला हुआ है, हमें तो आज तक कहीं नहीं दिखा, तुम लोगों को दिखा तो बताओ. അപ്പം രാജാവ് തന്റെ ദർബാറിലെ, തന്റെ മിനിസ്ട്രിയിലെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, പ്രജകള് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഈ കറപ്ഷൻ ഒരുപാട് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരിങ്ങനെ പറയുന്നുണ്ട്, പ്രജകൾ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ എവിടെയും കറപ്ഷൻ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ ഇടയാവുകയാണെങ്കിൽ എന്നോട് ഇത് പറയാൻ വേണ്ടിയിട്ട് രാജാവ് പറയാണ്. ദർബാരിയോ ने कहा, जब हुजूर को नहीं दिखा तो हमें कैसे दिख सकता है. അപ്പോൾ ദർബാരികൾ പറയാണ്, രാജാവിന് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? राजा ने कहा, नहीं ऐसा नहीं है, कभी कभी जो मुझे नहीं दिखता वह तुम्हें दिखता होगा, जैसे मुझे बुरे सपने कभी नहीं दिखते पर तुम्हें दिखते होंगे. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയല്ല, പലപ്പോഴും ഞാൻ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഒരിക്കലും നൈറ്റ് മെയർസ് കാണാറില്ല, അതായത് എനിക്ക് ദുസ്വപ്നങ്ങളൊന്നും വരാറില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ദുസ്വപ്നങ്ങൾ കാണാറുണ്ടായിരിക്കും എന്ന് പറയാണ്. दरबारियों ने कहा, जी देखते हैं पर वह सपनों की बात है. അപ്പോൾ ദർബാരികൾ പറയാണ്, അതെ ഞങ്ങള് ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞാല് സ്വപ്നത്തിന്റെ കേസല്ലേ, റിയാലിറ്റി അല്ലല്ലോ എന്ന്. राजा ने कहा, फिर भी तुम लोग सारे राज्य में ढूंढ कर देखो कि कहीं भ्रष्टाचार तो नहीं है, अगर कहीं मिल जाए तो हमारे देखने के लिए नमूना लेते आना.
हम भी तो देखें कि कैसा होता है. അപ്പോൾ രാജാവ് പറയാണ്, എന്നാലും നിങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ഒന്ന് തിരഞ്ഞു നോക്കൂ, എവിടെയെങ്കിലും ഭ്രഷ്ടാചാര കറപ്ഷൻ കാണുകയാണെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു നമൂന, ഒരു എക്സാമ്പിൾ കൊണ്ടുവരാൻ പറയാണ്. ഹം ബി തോ ദേഖേ കി कैसा होता है. അപ്പൊ ഞാനൊന്ന് കാണട്ടെ ഈ ഭ്രഷ്ടാചാർ അല്ലെങ്കിൽ ഈ കറപ്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്, എങ്ങനെയാണെന്ന് ഞാനും കൂടി മനസ്സിലാക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. एक दरबारी ने कहा, हुजूर वह हमें नहीं दिखेगा, सुना है वह बहुत बारीक होता है. അപ്പം ഒരു ദർബാരി പറയാണ്, ഹുസൂർ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, ഞാൻ കേട്ടിട്ടുള്ളത് അത് ബഹത് ബാരീഖ് ഹോത്താ ഹെ, വളരെ നേരിയതാണ്, വളരെ തിന്നായിട്ടുള്ളതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹമാരി ആഖോं को आपकी विराटता देखने की इतनी आदत हो गई है कि हमें बारीक चीज नहीं दिखती. അപ്പോൾ ദർബാരി പറയാണ്, താങ്കളുടെ അല്ലെങ്കിൽ അങ്ങയുടെ ഈ വിരാട്ടത, ഈ മഹത്വം കണ്ട് ശീലിച്ച ഞങ്ങളുടെ കണ്ണുകൾക്ക് നേരിയ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. ആദത്ത് എന്ന് വെച്ചാല് ഹാബിറ്റ് എന്നാണ് കേട്ടോ. ഹമേ ഭ്രഷ്ടാചാർ ദിഖാ ഭി തോ ഉസ്മേ ഹമേ ആപ്കി ഹി ഛവി ദിഖേഗി ക്യോങ്കി ഹമാരി ആഖോं में तो आपकी ही सूरत बसी है. അപ്പോ അദ്ദേഹം പറയാണ്, ഈ ദർബാറി പറയാണ്, ഇനിയിപ്പോ ഭ്രഷ്ടാചാര കറപ്ഷൻ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ അതില് അങ്ങയുടെ ഛവി, അങ്ങയുടെ രൂപമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുക. കാരണം ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ സൂരത്ത്, അങ്ങയുടെ രൂപം തന്നെയാണ് ഉള്ളത്. पर अपने राज्य में एक जाति रहती है जिसे विशेषज्ञ कहते हैं. इस जाति के पास कुछ ऐसा अंजन होता है कि उसे आंखों में आंच कर वे बारीक से बारीक चीज भी देख लेते हैं. അപ്പോൾ ഈ ദർബാരി, വേറൊരു ദർബാരി പറയാണ്, ഞങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല, പക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, അവരെയാണ് വിശേഷജ്ഞ എന്ന് പറയുന്നത്. വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ്. അവരുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അഞ്ജൻ, ഒരു കാജൽ ഉണ്ട്, കൺമഷി. അത് കണ്ണില് എഴുതി കഴിഞ്ഞാല് അവർക്ക് ബാരീക് സെ ബാരീക് ചീസ് ബി ദേഖ് ലേത്തെ ഹെ. അപ്പൊ എന്ന് വെച്ചാൽ അവര് അത്രയും നേരിയ കാര്യങ്ങൾ പോലും കാണാൻ വേണ്ടിയിട്ട് അവർക്കൊരു പവർ കൊടുക്കുന്ന സാധനമാണ് ഈ അഞ്ജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാജൽ എന്ന് പറയുന്നത്. मेरा निवेदन है कि इन विशेषज्ञों को ही हुजूर भ्रष्टाचार ढूंढने का काम सौंपे. അപ്പം എന്റെ ഒരു അഭിപ്രായം, എന്റെ അഭിപ്രായമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ വിശേഷജ്ഞനെ ഈ കാര്യങ്ങൾ, ഈ ഭ്രഷ്ടാചാർ കണ്ടുപിടിക്കാനുള്ള ജോലി അവരെ ഏൽപ്പിക്കുക എന്നതാണ് എന്റെ റിക്വസ്റ്റ്. राजा ने विशेषज्ञ जाति के 5 आदमी बुलाए और कहा, सुना है हमारे राज्य में भ्रष्टाचार है, पर वह कहाँ है यह पता नहीं चलता. അപ്പം രാജാവ് എന്ത് ചെയ്തു, ഈ വിശേഷജ്ഞ എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ 5 ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നമ്മളുടെ രാജ്യത്ത് ഒരുപാട് ഭ്രഷ്ടാചാരം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കാണാനായിട്ട് പറ്റുന്നില്ല. तुम लोग उसका पता लगाओ, अगर मिल जाए तो पकड़कर हमारे पास ले आना, अगर बहुत हो तो नमूने के लिए थोड़ा सा ले आना. രാജാവ് പറയാണ്, ഈ ഭ്രഷ്ടാചാരം നിങ്ങൾ കണ്ടുപിടിക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ പിടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോ ഒരുപാടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം എന്റെ അടുത്തേക്ക് കൊണ്ടുവരാന്ന്. അപ്പൊ രാജാവിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ഭ്രഷ്ടാചാരം എന്ന് പറയുന്നത് എന്തോ ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെന്നുള്ള പോലെയാണ് രാജാവ് സംസാരിക്കുന്നത്. അതാണ് ഹരിശങ്കർ പർസായിയുടെ റൈറ്റിങ്ങിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം വ്യംഗ്യരൂപത്തിലാണ് സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് പോലും എക്സ്പ്രസ് ചെയ്യുന്നത്. സത്യത്തിൽ രാജാവിന് ഇവിടെ ഈ കറപ്ഷൻ അല്ലെങ്കിൽ ഭ്രഷ്ടാചാർ എന്ന് പറയുന്നത് എന്താണെന്ന് അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഇല്ലാത്ത പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. വിശേഷജ്ഞനെ ഉസി ദിൻ സെ छानबीन शुरू कर दी. 2 महीने बाद वे फिर से दरबार में हाजिर हुए. राजा ने पूछा, विशेषज्ञों तुम्हारी जांच पूरी हो गई. അപ്പോ വിശേഷജ്ഞ ഈ ഭ്രഷ്ടാചാരത്തിന് വേണ്ടിയിട്ടുള്ള ഛാൻബീൻ എന്ന് പറഞ്ഞ സെർച്ച് തുടങ്ങി, അന്വേഷണം തുടങ്ങി. എന്നിട്ട് 2 മാസത്തിന് ശേഷം അവര് വീണ്ടും ഈ ദർബാറിൽ ഹാസിർ ഹോനാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ പ്രസന്റ് ആയിരുന്നു അവര്. അപ്പം രാജാനെ പൂച്ച, വിശേഷജ്ഞ തുമാരി ജാഞ്ച് പൂരി ഹോ ഗയി. വീണ്ടും ജാഞ്ച് എന്ന് പറഞ്ഞാലും സെർച്ച് എന്നാണ് കേട്ടോ. അപ്പം വിശേഷജ്ഞ നിങ്ങളുടെ സെർച്ച് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചു രാജാവ്. ജി സർക്കാർ, ക്യാ തുമേ ഭ്രഷ്ടാചാർ മില. അപ്പൊ അവര് പറയാണ്, അതെ കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് ഭ്രഷ്ടാചാർ കാണാനായിട്ട് സാധിച്ചോ എന്ന് ചോദിക്കുകയാണ് രാജാവ്. ജി ബഹത് സാ മില. അപ്പം ഒരുപാട് കാണാനായിട്ട്
പറ്റിയെന്ന് പറഞ്ഞു അവര്. രാജാനെ ഹാത്ത് ബടായ ലാവോ മുझे बताओ. കണ്ട, രാജാവ് കൈ നീട്ടിയിട്ട് പറഞ്ഞു കൊണ്ടുവരൂ, എനിക്ക് കാണിച്ചു തരൂന്ന്. ദേഖോ कैसा होता है. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. രാജ सोच में पड़ गए. बोले विशेषज्ञों तुम कहते हो कि वह सूक्ष्म है, अगोचर है और सर्वव्यापी है. ये गुण तो ईश्वर के है, तो क्या भ्रष्टाचार ईश्वर है. അപ്പൊ രാജാവാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിശേഷജ്ഞോ നിങ്ങൾ പറയുന്നു ഈ ഭ്രഷ്ടാചാരം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ളതാണെന്ന്. പക്ഷെ ഈ ഗുണങ്ങളൊക്കെ ഈശ്വരനുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഈശ്വരനാണോ എന്ന് ചോദിക്കുകയാണ്. വിശേഷജ്ഞോ ने कहा हाँ महाराज अब भ्रष्टाचार ईश्वर हो गया है. അപ്പൊ വിശേഷജ്ഞ പറഞ്ഞു, അതെ രാജാവേ, ഈ ഭ്രഷ്ടാചാർ ഇന്നത്തെ കാലത്ത് ഇപ്പോ ഈശ്വരൻ തന്നെയാണ്. एक दरबारी ने पूछा पर वह है कहाँ, कैसे अनुभव होता है. അപ്പോ ഒരു ദർബാരി ചോദിക്കുകയാണ്, അത് എവിടെയാണ്, ഈ ഭ്രഷ്ടാചാരം എവിടെയാണ്, അതിന്റെ ഒരു ഫീലിംഗ് എങ്ങനെയാണ്. विशेषज्ञों ने जवाब दिया वह सर्वत्र है, वह इस भवन में है, वह महाराज के सिंहासन में है. അപ്പോൾ വിശേഷജ്ഞ പറയാണ്, അത് എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയായിട്ടാണുള്ളത്. ഈ ഒരു ഭവനത്തിലുണ്ട്, മഹാരാജാവ് ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ വരെയുണ്ട്. സിംഹാസൻ മേ ഹൈ कहकर രാജാ സാഹബ് ഉछलकर दूर खड़े हो गए. അതെയോ, ഈ സിംഹാസനത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രാജാവാണെങ്കിൽ ഉछलकर दूर खड़े हो गए, ചാടി എഴുന്നേറ്റിട്ട് ഈ സിംഹാസനത്തിൽ നിന്ന് ദൂരെ മാറി നിന്നു. विशेषज्ञों ने कहा हाँ सरकार सिंहासन में है, पिछले माह इस सिंहासन पर रंग करने के जिस बिल का ഭുക്താൻ കിയാ ഗയാ ഹെ വ ബിൽ ഝൂട്ടാ ഹെ. ശരിക്കും ഈ സിംഹാസനത്തിലും ഭ്രഷ്ടാചാരമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഈ സിംഹാസനത്തിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്തിരുന്നു. ഒരു ബില്ല് കൊടുത്തു, ആ ബില്ലിനുള്ള എമൗണ്ട് ഇവർ പേ ചെയ്തിരുന്നു. ആ ഒരു ബില്ല് എന്ന് പറയുന്നത് ഝൂട്ടാ ഹെ, അതൊരു തെറ്റായിട്ടുള്ള ബില്ലാണ്, കള്ള ബില്ലാണ്. വ വാസ്തവ് മേ ദുഗ്നെ ദാം കാ ഹെ, ആധാ പൈസ ബീച്ച് വാലെ എന്ന് പറയാണ്. അപ്പോൾ രാജാവിന് കാണിച്ചു തന്ന ബില്ല് എന്ന് പറയുന്നത് ഡബിൾ എമൗണ്ടിന്റെ ആയിരുന്നു. ആക്ച്വലി അതിന്റെ ഹാഫാണ് പ്രൈസ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇടയിലുള്ള ആളുകൾ ഖാ ഗയി എന്നാണ് പറയുന്നത്, അവരെടുത്തു അത് ഫുള്ള്. ആപ്കെ പൂരെ ശാസൻ മേ ഭ്രഷ്ടാചാർ ഹെ ഓർ വ മുഖ്യതഃ ഘൂസ് കെ രൂപ് മേ ഹെ. അപ്പം താങ്കളുടെ ഈ ഭരണത്തില്, ശാസൻ എന്ന് വെച്ചാൽ എന്താണ്, ഭരണം, ഈ ഭരണത്തില് ഒരുപാട് ഭ്രഷ്ടാചാർ, കറപ്ഷൻ കാണുന്നുണ്ട്. ഓർ വ മുഖ്യതഃ ഘൂസ് കെ രൂപ് മേ ഹെ. ഘൂസ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക, ബ്രൈബ് ചെയ്യുക. അപ്പം അതായത് രാജാവ് ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന സമയത്തുള്ള മറ്റ് ഒഫീഷ്യൽസ് എല്ലാം ഇങ്ങനെ പണം തട്ടുന്നുണ്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് എന്നാണ് പറയുന്നത്. विशेषज्ञों की बात सुनकर राजा चिंतित हुए और दरबारियों के कान खड़े हुए. അപ്പം ഈ വിശേഷജ്ഞ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് രാജാവാണെങ്കിൽ വളരെ ചിന്തിതനായി, ദർബാരികൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവരും ഞെട്ടിയിരിക്കുകയാണ്. राजा ने कहा यह तो बड़ी चिंता की बात है, हम भ्रष्टाचार बिल्कुल मिटाना चाहते हैं. विशेषज्ञों तुम बता सकते हो कि वह कैसे मिट सकता है. അപ്പം രാജാവ് പറയാണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഭ്രഷ്ടാചാരം എന്ന് പറഞ്ഞ ഈ സംഭവം മുഴുവനായിട്ടും മാറ്റാനാണ്, മായ്ച്ചു കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് രാജാവ് പറയാണ് വിശേഷജ്ഞന്റെ അടുത്ത്. വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് അല്ല കേട്ടോ, നേരത്തെ പറഞ്ഞില്ലേ 5 പേരെ വിളിപ്പിച്ചു എന്ന്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. विशेषज्ञों ने कहा हाँ महाराज, हमने उसकी भी योजना तैयार की है. भ्रष्टाचार मिटाने के लिए महाराज को व्यवस्था में बहुत परिवर्तन करने होंगे. അപ്പം വിശേഷജ്ഞ പറയാണ്, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു യോജന, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭ്രഷ്ടാചാരം മാറ്റണം എന്നുണ്ടെങ്കിൽ മഹാരാജ് ഇവിടുത്തെ ഒരു വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് മാറ്റാണ്, एक तो भ्रष्टाचार के मौके मिटाने होंगे. जैसे ठेका है तो ठेकेदार है और ठेकेदार है तो अधिकारियों को घूस है. പറയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഭ്രഷ്ടാചാരനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാറ്റണം, ഇല്ലാതെയാക്കണം.
എന്താന്ന് വെച്ചാൽ ठेका ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിനൊരു ठेकेदार ഉണ്ട്, ഒരു കോൺട്രാക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ठेकेदार ഉണ്ടെങ്കിൽ അധികാരികൾക്ക് घूस കൊടുക്കണം. घूस എന്താണ്? കൈക്കൂലി കൊടുക്കണം. ठेका मिट जाए तो उसकी घूस मिट जाए. इसी तरह और बहुत सी चीजें हैं. അപ്പം ഇങ്ങനെ എന്താണ്, ഇങ്ങനത്തെ കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ള ഒരു രീതി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇടനിലക്കാരും അതുപോലെ തന്നെ ഈ ഗൂസ് കൈക്കൂലി കൊടുക്കുന്നതും എല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കിൻ കാരണോ സെ ആദ്മി ഘൂസ് ലേതാ ഹൈ യഹ് ഭി വിചാരണീയ ഹൈ. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ കൈക്കൂലി വാങ്ങുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. राजा ने कहा, अच्छा तुम अपनी पूरी योजना रख जाओ, हम और हमारा दरबार उस पर विचार करेंगे. വിശേഷജ്ഞ ചലേ ഗയേ. അപ്പൊ രാജാവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈ ഫുൾ പ്ലാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോയിക്കോളൂ, ഞാനും എന്റെ മിനിസ്ട്രിയും കൂടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ആ ഒരു യോജന പറഞ്ഞിട്ട് വിശേഷജ്ഞ അവിടുന്ന് പോയി. राजा ने और दरबारियों ने भ्रष्टाचार मिटाने की योजना को പഠാ ഉസ് പർ വിചാർ കിയ. അപ്പൊ രാജാവും അതുപോലെ തന്നെ മിനിസ്ട്രിയിലത്തെ ആളുകളും ഈ ഭ്രഷ്ടാചാർ മാറ്റുന്നതിനുള്ള ഈ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാർ കർത്തെ ദിൻ ബീത്നെ ലഗേ ഓർ രാജാ കാ സ്വാസ്ഥ്യ ബിഗഡ്നെ ലഗ. അപ്പോൾ ഇങ്ങനത്തെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. രാജാവിന്റെ ഹെൽത്ത് മോശമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത്. सेहत എന്നും പറയാട്ടോ ഹെൽത്തിനെ. एक दिन एक दरबारी ने कहा, महाराज चिंता के कारण आपका स्वास्थ्य बिगड़ता जा रहा है, उन विशेषज्ञों ने आपको झंझट में डाल दिया है. അപ്പോൾ ഒരു ദിവസം ഈ മിനിസ്ട്രിയിലത്തെ ഒരാൾ പറയാണ്, മഹാരാജ് ഇതിനെക്കുറിച്ച് ഈ ഭ്രഷ്ടാചാരം മാറ്റുന്നതിനുള്ള സൊല്യൂഷൻസ് ആലോചിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഈ ഹെൽത്ത് മോശമായത്. കാരണം ഈ വിശേഷജ്ഞയാണ് അങ്ങേ ഈ പ്രോബ്ലത്തിലെല്ലാം കൊണ്ട് ഇട്ടത് എന്ന് പറയാണ്, കൊണ്ട് നിർത്തിയത്. ഈ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ എക്സ്പേർട്സ് ആണ്. രാജാനെ കഹാ, ഹാ മുझे रात को नींद नहीं आती. ശരിയാണ്, എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. दूसरा दरबारी बोला, ऐसी रिपोर्ट को आग के हवाले कर देना चाहिए जिससे महाराज की नींद में खलल न पड़े. അപ്പം വേറൊരു മെമ്പർ പറയാണ്, ഈ ഒരു റിപ്പോർട്ടിനെ ആകെ ഹവാലെ കരുതിന ചാഹി എന്ന് വെച്ചാല് തീയിടുക, ഈ ഒരു റിപ്പോർട്ട് കത്തിച്ച് കളയണം. എന്താന്ന് വെച്ചാല് ഈ ഒരു റിപ്പോർട്ട് കാരണം രാജാവിന്റെ ഉറക്കത്തില് ഭംഗം വരാൻ പാടില്ല. ഖലൽ ന പടയെന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവിന്റെ ഉറക്കം തടസ്സപ്പെടാൻ പാടില്ല എന്നാണ്. राजा ने कहा, पर करे क्या, तुम लोगों ने भी भ्रष्टाचार मिटाने की योजना का अध्ययन किया है, तुम्हारा क्या मत है, क्या उसे काम में लाना चाहिए. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആ പ്ലാനിനെ കുറിച്ച് നിങ്ങളും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ പ്ലാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഭ്രഷ്ടാചാർ മാറ്റുക എന്ന് ചോദിക്കുകയാണ്. दरबारियों ने कहा, महाराज वह योजना क्या है, एक मुसीबत है, उसके अनुसार कितने उलट फेर करने पड़ेंगे, कितनी परेशानी होगी. അപ്പൊ ദർബാരികൾ പറയാണ്, മഹാരാജ് അവര് പറഞ്ഞ ആ യോജന, ആ പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് മുസീബത്ത് ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാല് ഈ സിസ്റ്റം തന്നെ ഫുള്ളായിട്ട് മാറ്റണം. ഉലട്ട് ഫേർ കർണെന്ന് വെച്ചാൽ ഫുള്ളി ചേഞ്ച് ചെയ്യണ രീതിയിലുള്ള കാര്യങ്ങളാണ്. തല തിരിക്കുന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. सारी व्यवस्था उलट पलट हो जाएगी, जो चला आ रहा है उसे बदलने से नई नई कठिनाइयां पैदा हो सकती है. അപ്പൊ അവര് പറയാണ്, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെ ഫുള്ളി മാറ്റുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പുതിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. हमें तो कोई ऐसी तरकीब चाहिए जिससे बिना कुछ उलट फेर किए ഭ്രഷ്ടാചാർ മിറ്റ് ജായേ. അപ്പൊ നമ്മൾക്ക് വേണ്ടത് അത്തരം ഒരു തർക്കീബ്, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴിയാണ്. ജിസ്സെ ബിനാ കുച്ച് ഉലട്ട് ഫേർ കിയെ, അതായത് പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാതെ ഈ ഭ്രഷ്ടാചാർ മാറ്റേണ്ട ഒരു വഴിയാണ് നമുക്ക് വേണ്ടത്. രാജാ സാഹബ് ബോലെ, മൈ ഭി യഹി ചാത്താ ഹൂം പർ യഹ് ഹോ कैसे. അപ്പൊ രാജാവ് പറയാണ്, ഞാനും അതന്നെയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക. ഹമാരെ प्रपितामह को तो जादू आता था, हमें वह भी नहीं आता, तुम लोग ही कोई उपाय खोजो. അപ്പം രാജാവ് പറയാണ്, എന്റെ
പ്രപിതാമ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദറിനൊക്കെ ജാദു മാജിക് ചെയ്യാൻ അറിയായിരുന്നു, എനിക്കാണെങ്കിൽ അതും കൂടി അറിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒരു ഉപായം പറയൂ, അല്ലെങ്കിൽ ഉപായം കണ്ടുപിടിക്കൂ എന്ന് പറയാണ് രാജാവ്. एक दिन दरबारियों ने राजा के सामने एक साधु को पेश किया और कहा, महाराज, एक कंदरा में तपस्या करते हुए इस महान साधक को हम ले आए हैं. इन्होंने सदाचार का ताबीज बनाया है, वह मंत्रों से सिद्ध है और उसके बांधने से आदमी एकदम सदाचारी हो जाता है. അപ്പോ ഒരു സാധുവിനെ, ഒരു സന്യാസിയെ വിളിച്ച് കൊണ്ടുവന്നു ഈ ദർബാരികള്. എന്നിട്ട് രാജാവിന്റെ മുന്നിൽ അയാളെ പ്രസന്റ് ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ സാധു ഒരു ഗുഹയില്, കന്ദ്ര എന്ന് വെച്ചാൽ ഗുഹ, ഒരു ഗുഹയില് തപസ്യ ചെയ്യുന്ന മഹാനായിട്ടുള്ള ഒരു സാധകനാണ്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സദാചാരത്തിന്റെ ഒരു താബീസ്, ഒരു ഏലസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏലസ് കയ്യിൽ ചുറ്റിക്കഴിഞ്ഞാല് ആളുകൾ ഈ ഭ്രഷ്ടാചാർ, അതായത് കറപ്ഷൻ ചെയ്യില്ല, എപ്പോഴും നല്ല രീതിക്ക് സമ്പാദിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ സദാചാരികളായിട്ട് ആളുകൾ മാറും ഈ ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞാലെന്ന് പറയാണ്. സാധു ने अपने झोले में से एक ताबीज निकालकर राजा को दिया, राजा ने उसे देखा. അപ്പോ സാധു തന്റെ സഞ്ചിയിൽ നിന്നും ഒരു താബീസ് എടുത്തിട്ട് രാജാവിന് കൊടുത്തു. രാജാവ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. बोले, हे साधु, इस ताबीज के विषय में मुझे विस्तार से बताओ, इससे आदमी सदाचारी कैसे हो जाता है. അപ്പം രാജാവ് ചോദിക്കുകയാണ്, ഹേ സാധു, ഈ ഒരു താബീസ് കെട്ടിക്കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് സദാചാരി ആവുന്നത് എന്ന് എനിക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരൂ. साधु ने समझाया, महाराज, भ्रष्टाचार और सदाचार मनुष्य की आत्मा में होता है, बाहर से नहीं होता. അപ്പം ഈ സാധു പറയാണ്, രാജാവേ, ഒരു ആളുടെ ആത്മാവിനുള്ളിലാണ് ഭ്രഷ്ടാചാർ അല്ലെങ്കിൽ സദാചാർ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും ഉള്ളത്. അത് പുറമേ നിന്ന് വരുന്ന ഒന്നല്ല. വിധാത ജബ് മനുഷ്യ കോ ബനാത്ത ഹൈ തബ് കിസി കി ആത്മാ മേ ഈമാൻ കോ ഫിറ്റ് കർ ദേതാ ഹൈ ഓർ കിസി കി ആത്മാ മേ ബേഈമാനി കോ. അപ്പൊ പറയാണ്, ദൈവം ഒരു ആളെ അല്ലെങ്കിൽ ജനങ്ങളെ ഉണ്ടാക്കുമ്പോൾ ചിലരുടെ ആത്മാവില് ഈമാൻ എന്ന് വെച്ചാൽ ഓണസ്റ്റി, സിൻസിയറിറ്റി എല്ലാമാണ് ഫിറ്റ് ചെയ്യുന്നത്. അതേസമയം ചിലരുടെ ആത്മാവില് ബേഈമാനി, ഡിസോണസ്റ്റിയാണ്, സത്യസന്ധതയില്ലായ്മ, അതാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇസ് കൽ മേ സേ ഈമാൻ യാ ബേഈമാനി കെ സ്വർ നിക്കൽത്തെ ഹൈ ജിനെ ആത്മാ കി പുകാർ കഹത്തെ ഹൈ. അപ്പോ അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും ഒന്നെങ്കിൽ ഈമാൻ അല്ലെങ്കിൽ ബേമാനിയുടെ സ്വരമാണ് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് ആത്മാ കി പുക്കാർ എന്ന് പറയുന്നത്. ആത്മാ കി പുക്കാർ കെ അനുസാർ ആദ്മി കാം കർത്താ ഹൈ. അപ്പൊ ഈ ഒരു ആത്മാ കി പുക്കാറിനനുസരിച്ചിട്ടാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. प्रश्न यह है कि जिनकी आत्मा से बेईमानी के स्वर निकलते हैं उन्हें दबाकर ईमान के स्वर कैसे निकाले जाएं. അപ്പം സാധു പറയാണ്, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ആരുടെ ഉള്ളിൽ നിന്നാണോ ബേഈമാനി, ഡിസോണസ്റ്റിയുടെ സ്വരം പുറത്തേക്ക് വരുന്നത്, അതിനെ എങ്ങനെ സപ്രസ് ചെയ്തിട്ട് അവരെ ഈമാന്റെ സ്വരം കേൾപ്പിക്കാം, അതായത് അവരെ എങ്ങനെ സത്യസന്ധരാക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. मैं कई वर्षों से इसी के चिंतन में लगा हूँ, अभी मैंने यह सदाचार का ताबीज बनाया है. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇതേ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഈ സദാചാറിന്റെ താബീസ് ഉണ്ടാക്കിയത്. ജിസ് ആദ്മി की भुजा यह बंधा होगा वह सदाचारी हो जाएगा. അപ്പം സാധു പറയാണ്, ആരുടെ കയ്യിലാണോ ഈ സദാചാറിന്റെ താബീസ് കെട്ടിയിട്ടുള്ളത് അയാള് സദാചാരിയായിട്ട് മാറും. मैंने कुत्ते पर भी इसका प्रयोग किया है, यह ताबीज गले में बांध देने से कुत्ता भी रोटी नहीं चुराता. അപ്പം ഞാനാണെങ്കിൽ നായ്ക്കളില് എന്ത് ചെയ്തു, ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ഒരു നായയുടെ കഴുത്തില് ഞാൻ ഈ സദാചാറിന്റെ താബീസ് കെട്ടിക്കൊടുത്തു. അങ്ങനെ നോക്കിയപ്പം മനസ്സിലായി, ഈ കുത്ത വീടുകളിൽ നിന്ന് റോട്ടിയൊന്നും എടുത്തു കൊണ്ടുവരുന്നില്ല, മോഷ്ടിക്കുന്നില്ല. അപ്പൊ എന്താണ്, കുത്ത വരെ ഈ ഒരു സദാചാറിന്റെ താബീസ് കെട്ടിയപ്പോൾ ഡീസന്റ് ആയി മാറിയെന്നാണ് ആര് പറയുന്നത്, സാധു പറയുന്നത്. बात यह है कि इस ताबीज में से ही सदाचार के स्वर निकलते हैं. അപ്പോ
കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു താബീസ്, ഈ ഒരു ഏലസിന്റെ ഉള്ളിൽ നിന്ന് സദാചാരത്തിന്റെ സ്വരമാണ് പുറത്തേക്ക് വരുന്നത്. ജബ് കിസി കി ആത്മാ बेईमानी के स्वर निकालने लगती है तब इस ताबीज की शक्ति आत्मा का गला घोंट देती है और आदमी को താബീസ് से ഈമാൻ के स्वर सुनाई पड़ते हैं. അപ്പം സാധു പറയാണ് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള താബീസാണ്. എന്താന്ന് വെച്ചാല് ഈ ബേയിമാനിയുടെ ശബ്ദം വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ നിന്ന് ഈ ബേയിമാനിയുടെ ശബ്ദം വരുമ്പോ ഈ താബീസിന്റെ ശക്തി അതിന് സപ്രസ് ചെയ്തിട്ട് അവർക്ക് ഈമാനിന്റെ, സത്യസന്ധതയുടെ ശബ്ദം കേൾപ്പിക്കും. അങ്ങനെ അവര് സദാചാരികളായിട്ട് മാറും. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വർ ഇൻ സ്വരോं को आत्मा की पुकार समझकर सदाचार की ओर प्रेरित होता है. യഹി ഇസ് താബീസ് കാ ഗുൺ ഹെ മഹാരാജ്. അപ്പൊ അവരെന്താണ്, അവർ ഈ സദാചാരം, അവരുടെ ഉള്ളിലത്തെ ബേയിമാനി സപ്രസ്ഡ് ആയിട്ട് ഈമാനുള്ള സ്വരമാണ് അവർക്ക് താബീസിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ അവര് ഫൈനലി സദാചാരികളായിട്ട് മാറും. അതാണ് ഈ ഒരു ഏലസ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയാണ്. ദർബാർ മേ ഹൽചൽ മച്ച് ഗയി, ദർബാരി ഉഠ്കർ താബീസ് കോ ദേഖ്നെ ലഗെ. അപ്പൊ ദർബാറിലാണെങ്കിൽ ഭയങ്കര ബഹളം. അവരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് ഈ താബീസ് എടുത്ത് നോക്കാൻ വേണ്ടി തുടങ്ങി. ताबीज चाहिए, हम राज्य की ओर से ताबीजों का कारखाना खोल देते हैं, आप उसके जनरल मैनेजर बन जाएं और अपनी देख रेख में बढ़िया ताबीज बनवाएं. അപ്പോൾ രാജാവ് പറയാണ്, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് താബീസ് വേണം. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് താബീസ് ഉണ്ടാക്കുന്ന ഒരു കാർഖാന, ഒരു ഇൻഡസ്ട്രി തന്നെ ഞാൻ തുടങ്ങും. അതിന്റെ ജനറൽ മാനേജർ ആവാൻ പറയാണ്. ആരുടെ അടുത്ത്? ഈ സാധുവിന്റെ അടുത്ത് പറയാണ്. എന്തിന്? ഈ ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഏലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏക് മന്ത്രിനെ കഹാ, മഹാരാജ് രാജ്യ ക്യോ ജഞ്ചട്ട് മേ പടി. ഒരു മന്ത്രി പറയാണ്, രാജാവേ എന്തിനാണ് രാജ്യം ഈ പ്രശ്നത്തിലൊക്കെ ഇൻവോൾവ് ആവുന്നത്? മേരാ തോ നിവേദൻ ഹൈ കി സാധു ബാബാ കോ ठेका दे दिया जाए, वे अपनी मंडली से ताबीज बनवाकर राज्य को सप्लाई कर देंगे. ആ മന്ത്രി പറയാണ്, എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാം, രാജ്യത്തിനൊന്നും പ്രോബ്ലത്തിലാക്കണ്ട, ഈ ബാബ, ഈ സാധുവിന് ഇതിന്റെ കോൺട്രാക്ട് കൊടുക്കാം. അപ്പോ അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഈ താബീസ് ഉണ്ടാക്കിയിട്ട് രാജ്യത്തിലേക്ക് സപ്ലൈ ചെയ്തോളും. കാര്യം ഈസി ആയല്ലോ. राजा को यह सुझाव पसंद आया, साधु को ताबीज बनाने का ठेका दे दिया गया. उसी समय उन्हें 5 करोड़ रुपए कारखाना खोलने के लिए പേഷ്കി മിൽ ഗയേ. അപ്പോ രാജാവിനാണെങ്കിൽ ഈ സ്കീം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സാധുവിന് താബീസ് ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റും കൊടുത്തു. അതോടൊപ്പം ആ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട് കാർഖാന എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി അല്ല കേട്ടോ, ഫാക്ടറിയാണ്. ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 crore rupees കൊടുത്തു. राज्यों के अखबारों में खबरें छपी, सदाचार के ताबीज की खोज, ताबीज बनाने का कारखाना खुला. അപ്പം രാജ്യത്തൊക്കെ, രാജ്യങ്ങളിലെ പേപ്പേഴ്സിൽ, ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഈ ഒരു ന്യൂസ് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങി. സദാചാർ കി താബീസ്, അതിന്റെ സദാചാരത്തിന്റെ ഏലസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, താബീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാക്ടറി തുടങ്ങി. ഇങ്ങനെയാണ് ആ ന്യൂസിന്റെ ഒക്കെ ഹെഡിങ് ഉണ്ടായിരുന്നത്. लाखों ताबीज बन गए, सरकार के हर सरकारी कर्मचारी की भुजा पर एक एक ताबीज बांध दिया गया. അപ്പം ഇതാണെങ്കിൽ ലക്ഷക്കണക്കിന് താബീസാണ് ഉണ്ടാക്കിയത്. ഓരോ ഗവൺമെന്റ് എംപ്ലോയിയുടെ കയ്യിലും ഈ ഒരു താബീസ് കെട്ടി. भ्रष्टाचार की समस्या का ऐसा सरल हल निकल आने से राजा और दरबारी സബ് ഖുഷ് थे. അപ്പം ഇവരുടെ ഇത്രയും വലിയൊരു പ്രോബ്ലം, ഈ കറപ്ഷൻ എന്നുള്ള പ്രോബ്ലം സോൾവ് ആയതില് രാജാവും മിനിസ്ട്രിയും ഒക്കെ തന്നെ വളരെ സന്തുഷ്ടരായിരുന്നു. एक दिन राजा की उत्सुकता जागी, सोचा देखें तो कि यह ताबीज कैसे काम करता है. അപ്പോ രാജാവിന് ഒരു ദിവസം ഭയങ്കര ക്യൂരിയോസിറ്റി, ഒന്നറിയണല്ലോ ഈ ഒരു താബീസ്, ഈ ഒരു ഏലസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. वह वेश बदलकर एक कार्यालय गए. उस दिन 2 तारीख थी. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ട് ഒരു ഡ്രസ്, അതായത് വേഷം മാറിയിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയി. അന്നാണെങ്കിൽ 2-ാം തീയതി ആയിരുന്നു.
एक दिन पहले तनख्वाह मिली थी। वह एक कर्मचारी के पास गए और कई काम बताकर उसे 5 रुपए का നോട്ട് देने लगे. അപ്പൊ അന്ന് 2-ാം തീയതി ആയിരുന്നു. അപ്പൊ തലേ ദിവസം 1-ാം തീയതി തൻഖ്വാ എന്ന് പറഞ്ഞാൽ സാലറി കിട്ടുന്ന ദിവസമാണ്. തലേ ദിവസമാണ് അവർക്ക് സാലറി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു എംപ്ലോയിയുടെ അടുത്ത് അദ്ദേഹം പോയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ ഒരു 5 രൂപയുടെ നോട്ട് നീട്ടി. कर्मचारी ने उन्हें डांटा, भाग जाओ यहाँ से, घूस लेना पाप है. അപ്പോൾ എംപ്ലോയി രാജാവിനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പോയിക്കോളൂ, ഘൂസ് ലേന പാപ് ഹെ, എന്താണ് കൈക്കൂലി വാങ്ങാന്ന് പറയുന്നത് തെറ്റാണ്, പാപാണെന്ന് പറയാണ്. രാജ बहुत खुश हुए. ताबीज ने कर्मचारी को ईमानदार बना दिया था. അപ്പൊ രാജാവിന് ഭയങ്കര സന്തോഷമായി. കാരണം താബീസ് കെട്ടിയപ്പം എംപ്ലോയീസ് ഒക്കെ ഭയങ്കര ഓണസ്റ്റ് ആയിന്ന് രാജാവിന് തോന്നാണ്. कुछ दिन बाद वह फिर वेश बदलकर उसी कर्मचारी के पास गए. അപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രാജാവ് വീണ്ടും വേഷം മാറിയിട്ട് ഇതേ എംപ്ലോയിയുടെ അടുത്ത് തന്നെ പോയി. ഉസ് ദിൻ 31 താരീഖ് थी. അന്ന് 31-ാം തീയതി ആയിരുന്നു. महीने का आखिरी दिन. राजा ने फिर से 5 का नोट दिखाया और उसे लेकर जेब में रख लिया. അപ്പോ രാജാവ് വീണ്ടും അയാൾക്ക് ഒരു 5 രൂപയുടെ നോട്ട് കാണിച്ചു. എന്നിട്ട് അത് അയാൾ വാങ്ങി പോക്കറ്റിൽ വെക്കാണ്. രാജാ ने उसका हाथ पकड़ लिया, बोले मैं तुम्हारा राजा हूँ, क्या तुम आज सदाचार का ताबीज बांध कर नहीं आए. അപ്പോ രാജാവ് ഈ എംപ്ലോയിയുടെ കൈ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാണ്, ഇന്നെന്താ നീ സദാചാരത്തിന്റെ ഏലസ് കെട്ടിയിട്ടല്ലേ വന്നത്. ബാന്ധാ ഹെ സർക്കാർ യ ദേഖിയെ. അപ്പൊ ഞാൻ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാള് കൈ കാണിച്ചു കൊടുക്കാണ്. ഉസ്നെ ആസ്തീൻ ചടാക്കർ താബീസ് ദിഖാ ദിയ. അപ്പോ അയാൾ എന്ത് ചെയ്തു, ഈ ഷർട്ട് കഫ് പൊന്തിച്ചിട്ട് കാണിച്ചു കൊടുത്തു താബീസ് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത്. രാജ അസ്മഞ്ജസ് മേ പഡ് ഗയേ, ഫിർ ऐसा कैसे हो गया. അപ്പൊ രാജാവാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനിലായി. അസ്മഞ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺഫ്യൂഷൻ. ഇതെങ്ങനെ സംഭവിച്ചു. उन्होंने ताबीज पर कान लगाकर सुना. ताबीज में से स्वर निकल रहे थे, अरे आज 31 है, आज तो ले लो. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ഈ താബീസിന്റെ അവിടെ ചെവി വെച്ചിട്ട് എന്താണ് താബീസിൽ നിന്ന് ശബ്ദം വരുന്നത് എന്ന് കേട്ടപ്പോ താബീസിൽ നിന്ന് വരുന്ന ശബ്ദം എന്തായിരുന്നു എന്നറിയോ, അരേ ആജ് 31 ഹെ, ആജ് തോ ലേ ലേ. അപ്പോ അദ്ദേഹം കേട്ടത് എന്തായിരുന്നു, ഇന്ന് 31-ാം തീയതിയാണ്, മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്, ഇന്ന് വാങ്ങിക്കോളൂ എന്നാണ് താബീസിൽ നിന്ന് വരുന്ന ശബ്ദം എന്ന് അദ്ദേഹത്തിന് തോന്നാണ്. അപ്പോൾ ഇതിലെന്താണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, സത്യത്തിൽ സാധു രാജാവിനെയും പറ്റിച്ചു. രാജാവും കറപ്ഷൻ ഇരയാവാണ് ചെയ്തത്. താബീസ് കൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. ആളുകളുടെ സിറ്റുവേഷൻ മാറുമ്പോഴാണ് കറപ്ഷൻ വരുന്നത്. കാരണം മാസത്തിലെ ആദ്യത്തെ ദിവസം സാലറി ക്രെഡിറ്റ് ആവുന്നു, അതിന്റെ പിറ്റേ ദിവസം ആൾക്കാർക്ക് കൈക്കൂലി വേണ്ട. പക്ഷെ മാസത്തിന്റെ അവസാനമാണ് അവർ ബ്രോക്ക് ആവുന്ന സമയത്ത് അവർ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഭ്രഷ്ടാചാരനെ ജസ്റ്റിഫൈ ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷെ എന്താണ് പല പല സാഹചര്യങ്ങൾ വെച്ചിട്ട് കാണിക്കുന്നു. അതേപോലെ തന്നെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജ്യത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് ഉണ്ടാവേണ്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ശരി എന്താണ് തെറ്റെന്താണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് വ്യംഗ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല, അതായത് പണ്ടത്തെ രാജ്യഭരണമുള്ള കാലത്തെ കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്താണ് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാരാംശം നോക്കാം. സമ്മറി. सदाचार का ताबीज व्यंग्यकार हरिशंकर परसाई का भ्रष्टाचार पर സാർവകാലിക് വ്യംഗ്യ ഹെ. അപ്പൊ സദാചാർ കാ താബീസ് എന്ന ഈ ഒരു സ്റ്റോറി, ഈ ഒരു വ്യംഗ്യം ഹരിശങ്കർ പർസായിയുടെ ഭ്രഷ്ടാചാരന്റെ മേലിലുള്ള, അതായത് കറപ്ഷന്റെ മുകളിലുള്ള ഒരു എന്നും പ്രസക്തിയുള്ള ഒരു വ്യംഗ്യാണ്. ഭ്രഷ്ടാചാർ ആജ് കി സമസ്യ ഹെ പർ കോയി ഉസ്സെ ലഡ്നാ നഹി ചാത്ത. അപ്പൊ കറപ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ആണ്. സമസ്യ എന്ന് വെച്ചാൽ എന്താണ്, പ്രോബ്ലം ആണ്. പക്ഷെ ആരും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. राजा ने मंत्रियों को आदेश दिया कि भ्रष्टाचार को पकड़ा जाए, पर कोई नहीं पकड़ पाया, क्योंकि जो भ्रष्टाचार को पकड़ने जाता भ्रष्टाचार उसे पकड़ लेता. അപ്പം രാജാവ് മന്ത്രിമാരോട് പറയാണ്,
അവർക്ക് ഓർഡർ കൊടുക്കാണ്. ആദേശ് ദേന എന്ന് വെച്ചാൽ എന്താണ്? ഓർഡർ കൊടുക്കാണ്. ഭ്രഷ്ടാചാർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഭ്രഷ്ടാചാറിനെ പിടിച്ചു കൊണ്ടുവരാൻ പറയാണ്. പക്ഷെ ഭ്രഷ്ടാചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനെ ആരാണോ പിടിക്കാൻ വേണ്ടി പോകുന്നത്, ഭ്രഷ്ടാചാർ തിരിച്ച് ഈ പിടിക്കാൻ പോയ ആൾക്കാരെ അതിന്റെ വലയത്തിലാക്കും. अंत में राजा को मंत्रियों ने बताया कि एक साधु सदाचार की ताबीज बनाता है. ലാസ്റ്റ് മിനിസ്റ്റേഴ്സ് പറഞ്ഞു രാജാവിന്റെ അടുത്ത് എന്താണ്, ഒരു സാധു സദാചാർ की ताबीज ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. राजा ने उसे बुलवाया. साधु ने भ्रष्टाचार की ताबीज भ्रष्टाचार से बनाई. അപ്പൊ രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. ആരിനെ വിളിപ്പിച്ചു? സാധുവിനെ. സാധു എന്ത് ചെയ്തു എന്നറിയോ? ഭ്രഷ്ടാചാർ की ताबीज भ्रष्टाचार से बनाई. അപ്പോ സാധു ഈ ഭ്രഷ്ടാചാറിന് എതിരെയുള്ള താബീസ് ഉണ്ടാക്കിയത് തന്നെ എങ്ങനെയാണ്? ഭ്രഷ്ടാചാർ വഴിയാണ്, करप्शन വഴിയാണ്. साधु की एक बात के माध्यम से परसाई जी संदेश देते हैं कि महाराज भ्रष्टाचार हमारे भीतर होता है. അപ്പോ ഇതിലുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഈ സാധു പറയുന്ന വാക്കുകളിലൂടെ ഹരിശങ്കർ പർസായി നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഭ്രഷ്ടാചാർ ഹമാരേ ഭീതർ ഹോത്താ ഹെ. കറപ്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഉള്ളത്. ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.